വെൽക്കം ടു വിനെക്സ്റ്റ് ടെക്നോളജീസ്. നമ്മൾ ഇന്നൊരു പ്രോഗ്രാമാണ് പരിചയപ്പെടാൻ പോകുന്നത്. അതായത് നമ്മൾ പലയിടത്തും സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രൈസ് കുറഞ്ഞു കൂടി, അപ്പൊ ആൾക്കാർക്ക് ലാഭം ഉണ്ടായി നഷ്ടം ഉണ്ടായി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഏയുടെ ഹെൽപ്പോടെ നെക്സ്റ്റ് ഡേയിൽ എന്ത് വാല്യൂ വരും, നമുക്ക് ലാഭമാണോ നഷ്ടമാണോ വരുന്നത്, ലോസ് ആണോ പ്രോഫിറ്റ് ആണോ എന്നാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഏയുടെ ഹെൽപ്പോടെ സ്റ്റോക്ക് പ്രൈസ് പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് ഞാൻ റൺ ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് ആ പ്രോഗ്രാം ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ലൈബ്രറീസ് ഒക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. നമുക്ക് ഇതിനു വേണ്ടി പഠിച്ചാൽ കുറച്ച് ലൈബ്രറീസ് കൊടുക്കണം. ആ ലൈബ്രറീസ് ഒക്കെ നമ്മൾ കൊടുത്തു. പാണ്ടാസ് കൊടുത്തു, പിന്നെ നമ്പി കൊടുത്തു, മാറ്റ് പ്ലോട്ട് ലൈബ്രറി കൊടുത്തു, വൈ ഫിനാൻസ് കൊടുത്തു. നമ്പി ഫോർ ന്യൂമറിക്കൽ ഓപ്പറേഷൻസിന്, പാണ്ടാസ് നമ്മൾ ഹാൻഡ്ലിംഗ് സ്റ്റോക്ക് ഡേറ്റ ഹാൻഡിൽ ചെയ്യാനും കൊടുത്തു. പിന്നെ മാറ്റ് പ്ലോട്ട് കൊടുത്തേക്കുന്നത് പ്ലോട്ടിംഗ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി നമ്മളത് കൊടുത്തിരിക്കുന്നത്. ഇനി വൈ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് സ്റ്റോക്ക് ഡേറ്റ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഫിനാൻസിൽ നിന്ന് യാഹൂ ഫിനാൻസിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തേക്കുന്നത്. പിന്നെ മിനിമാക്സ് സ്കെയിലർ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നോർമലൈസ് ചെയ്യാൻ വാല്യൂ സീറോയ്ക്കും 1നും ഇടയ്ക്ക് നമുക്ക് നോർമലൈസ് ചെയ്യാൻ വേണ്ടി. അതാണ് നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്കിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫീച്ചർ ആണ് 0നും 1നും നമ്മൾ അതിന്റെ വാല്യൂ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ സീക്വൻഷ്യലി LSTM, ഡെൻസ്, ഡ്രോപ്പ് ഔട്ട്, ഡീപ് ലേണിംഗ് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ലൈബ്രറീസ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ ഡൗൺലോഡ് ചെയ്യും. നമ്മുടെ സ്റ്റോക്ക് ഡേറ്റ ഡൗൺലോഡ് ചെയ്യും. സ്റ്റോക്ക് ഡേറ്റ ഡൗൺലോഡ് ചെയ്തിട്ട് അത് നമ്മൾ ടിക്കർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ടിക്കറിൽ നമ്മൾ സ്റ്റോക്ക് സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഹിസ്റ്റോറിക്കൽ പ്രൈസസ്, നേരത്തെ പ്രൈസസ് ഒക്കെ നമ്മൾ അതിൽ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് അത് ടേബിൾ ആക്കി സ്റ്റോർ ചെയ്ത് വെക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നോർമലൈസ് ചെയ്യുന്നത്. നോർമലൈസ് എന്ന് പറഞ്ഞാൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ട്രെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ഇൻപുട്ട് വാല്യൂസിനെ 0നും 1നും ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും, നോർമലൈസ് ചെയ്ത് വെക്കും. പിന്നെ നമ്മൾ ഡേറ്റയെ പ്രിപ്പയർ ചെയ്യും. ട്രെയിനിങ് ഡേറ്റ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ട്രെയിനിങ് ഡേറ്റയും ടെസ്റ്റിംഗ് ഡേറ്റയും വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യും. നമ്മൾ ട്രെയിനിങ് ഡേറ്റ എപ്പോഴും 80%, ടെസ്റ്റിംഗ് ഡേറ്റ 20% ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ LSTM മോഡൽ ബിൽഡ് ചെയ്യും. LSTM മോഡൽ ബിൽഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ LSTM 50 മെമ്മറി സെൽസ് ആണ് നമ്മൾ ഈ പാറ്റേൺസ് ലേൺ ചെയ്യാൻ വേണ്ടി. നമ്മൾ ടൈം പാറ്റേൺസ്, ഓരോ ടൈമിലും വരുന്ന വാല്യൂസിന്റെ ടൈം പാറ്റേൺസ് വഴിയാണ് നമ്മൾ 50 മെമ്മറി സെൽസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡ്രോപ്പ് ഔട്ട് എന്ന് വെച്ചാൽ റാൻഡംലി ഒരു 20 ന്യൂറോൺസ് വെച്ചാണ് നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക്സ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കാരണം കൂടുതൽ ന്യൂറോൺസ് വന്നാൽ അവിടെ ഓവർ ഫിറ്റിംഗ് വരും. ഓവർ ഫിറ്റിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഡെൻസ് ആണ്. ഡെൻസ് എന്ന് പറയുമ്പോൾ ഫുള്ളി കണക്റ്റഡ് ലെയർ, അതായത് 25 ന്യൂറോൺസ് നമ്മൾ ഫുള്ളി കണക്ട് ചെയ്തിരിക്കും. നമുക്ക് കണക്ട് ചെയ്ത ഔട്ട്പുട്ട് കിട്ടാൻ ഡെൻസ് 25 നമ്മൾ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഡെൻസ് 1 ആണ്. ഡെൻസ് 1 നമ്മൾ എടുക്കുന്ന ഔട്ട്പുട്ട് ലെയറിന് വേണ്ടിയാണ്. ഞാൻ അതൊന്നുകൂടെ കാണിച്ചു തരാം. പ്രോഗ്രാം മുകളിലേക്ക് പോയി, അതാണ് കണ്ടോ. ഡെൻസ് 25, ഡെൻസ് 1. ഡെൻസ് 25 നമുക്ക് ഫുള്ളി 25 ന്യൂറോൺസ് ആയിട്ട് എപ്പോഴും ഫുള്ളി കണ്ടിട്ട് ഡെൻസ് 1 നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയാണ്. പിന്നെ നമ്മുടെ പ്രെഡിക്റ്റ് ചെയ്യും. പ്രെഡിക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്ക് പ്രൈസ് വാല്യൂ ആണ് നമ്മളെ പ്രെഡിക്റ്റ് ചെയ്ത് വെക്കുകയും ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വാല്യൂ പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചു, കണ്ടോ. ഇനി നമുക്ക് ഈ കിട്ടുന്ന വാല്യൂസ് ഒക്കെ നമുക്ക് ഒരു ഗ്രാഫ് പോലെ പ്ലോട്ട് ചെയ്ത് റിസൾട്ട് കാണിക്കണം. അതായത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത വാല്യൂം ആക്ച്വൽ വാല്യൂം ഏതാണ് നമുക്ക് ഡിഫറൻസ് അറിയാൻ വേണ്ടി നമുക്ക് അതൊന്ന് ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കാണിക്കണം. അതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് നോക്കിയാലോ, ഇതെങ്ങനെ വരും നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. ഓക്കെ, പ്രോഗ്രാം റൺ ആയിട്ടുണ്ട്. റണ്ണായിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ. നമ്മുടെ ഡേറ്റാസ് ഇങ്ങനെ ഫെച്ച് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുക. പ്രീവിയസ് ഡേറ്റാസ് ഒക്കെ എടുത്തിട്ട് വേണമെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്തിട്ടല്ലേ നമ്മൾ നെക്സ്റ്റ് ഡേയിലെ നമ്മൾ സ്റ്റോക്ക് റേറ്റ് എന്താ നമ്മൾ പറയുന്നത്, സ്റ്റോക്ക് പ്രൈസ് എന്താണ്. അപ്പൊ നമ്മൾ ഓരോ ദിവസത്തെയും ഡേറ്റ ഇങ്ങനെ ഫെച്ച് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുക. 20 ഔട്ട് ഓഫ് 20 ആയി. നമ്മൾ 20 ന്യൂറോൺസ് ആണല്ലോ നമ്മൾ ഇവിടെ എടുക്കുന്നത് പറഞ്ഞത്, കണ്ടോ. അപ്പൊ നമുക്ക് ആ ഒരു ഡേറ്റ വെച്ച് നമ്മൾ 20 ന്യൂറോൺസിൽ ന്യൂറോൺസ് പറയുന്നേ ഉള്ളൂ, പെർസെപ്ട്രോൺസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ന്യൂറോൺ, അതിൽ നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റ വെച്ച് നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുക, കണ്ടോ. നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ വരും, കണ്ടോ. ഈ ഗ്രാഫില് 2 കളർ ഉണ്ട്, ഒന്ന് ബ്ലൂ ഒരു ഓറഞ്ച്. ഈ ബ്ലൂയിൽ കാണുന്നതാണ് നമ്മുടെ റിയൽ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത്. നമ്മൾ ഓറഞ്ച് തന്നെ നമ്മുടെ മോഡൽ പ്രഡിക്ഷൻസ് ആണ്. ഈ ബ്ലൂ കളറിൽ കാണുന്ന നമ്മുടെ റിയൽ വാല്യൂസും
ഓറഞ്ച് കളർ എന്ന് പറയുന്നത് നമ്മുടെ മോഡൽ പ്രഡിക്ഷൻ വാല്യൂസ് ആണ് നമ്മൾ ഈ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ. അതായത് ഇങ്ങനെയാണ് നമ്മൾ എന്താ ഇത് നമ്മുടെ സ്റ്റോക്ക് പ്രൈസ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്തിരുന്നത്. ഇതാണ് എന്റെ ഗ്രാഫ് കണ്ടോ. നമ്മുടെ പ്രോഗ്രാം റൺ ആയപ്പോഴ് നമുക്ക് ആ 20 പെർസെപ്ട്രോൺസും ഫെച്ച് ചെയ്തെടുത്ത് നേരത്തെ ഡേറ്റാസ് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റിങ്ങനെ കണ്ടോ. ആ ഡേറ്റാസ് ആണ് നമ്മളിങ്ങനെ കാണുന്നത് കണ്ടോ. ഇനി നമ്മൾ ഈ ഡേറ്റ വെച്ച് പ്ലോട്ട് ചെയ്ത ഗ്രാഫാണ് നമ്മളിപ്പോ കണ്ടത് കണ്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രോഗ്രാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പ്രോഗ്രാം യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് പ്രൈസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഈ AI ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫിനാൻസ് മേഖലയിലും ബിസിനസ് മേഖലയിലൊക്കെ നമുക്ക് നല്ല അഡ്വാൻറ്റേജസ് ഉണ്ടാക്കാൻ സാധിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.